ഹായ് ഓൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് തിരുവോണ ദിവസമാണ്. അപ്പോൾ ഖത്തർ വീട്ടിലെ ഓണാഘോഷം ചെറിയൊരു ഓണപരിപാടിയാണ്. നമ്മൾ വേറെ ആരുമില്ല, ഞങ്ങളും അനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ ഓണാഘോഷം എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ തിരുവോണ ദിനാശംസകൾ. അപ്പോൾ ആദ്യം നമ്മൾ രാവിലെ ഇപ്പോൾ ഉറക്കം ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വിചാരിച്ചു ഒരു ചെറിയൊരു അത്തപ്പൂ ഇടാന്ന്. നിങ്ങൾ ഞങ്ങളുടെ വ്ലോഗുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു ഓണത്തിൻ്റെ വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കുറേ പേര് 2-3 ഫാമിലി, എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു വലിയ ഓണാഘോഷമായിരുന്നു. അന്ന് വലിയ അത്തപ്പൂക്കെ ഇട്ട് വലിയൊരു ഓണപരിപാടിയായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ആരും ഇല്ല. അപ്പോൾ ആമിക്കൊരു ഓണം എന്താണ്, അവൾക്ക് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അത് ഒന്ന് ചെറിയ രീതിയിൽ അവൾക്കൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൾക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇത് അന്നായിരുന്നു, അല്ലെങ്കിൽ ഇതാണ് ഓണം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു അത്തപ്പൂ ഇട്ട് ചെറിയൊരു സദ്യയൊക്കെ കഴിച്ച് ഒരു കുഞ്ഞു ഓണം. അപ്പോൾ വെൽക്കം ടു അവർ വ്ലോഗ്. അപ്പോൾ നമുക്ക് ആദ്യം പൂവെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു കുഞ്ഞ് അത്തപ്പൂ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, പൂവെല്ലാം രാവിലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ആകെ 4-5 ടൈപ്പ് പൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ രാവിലെ തന്നെ ഒരു ലോലിപോപ്പുമായിട്ട് ഇതിലെ നടപ്പുണ്ട്. ഇനി ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്യുന്ന അനിയനാണ്. അത്തപ്പൂ വേണ്ടിട്ടില്ലേ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞത്തപ്പൂ ചെയ്തു. അത്രയൊക്കെ ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇനി അത്തപ്പൂവൊക്കെ ഇട്ടു. എല്ലാവരും ഒരു കുഞ്ഞി അത്തപ്പൂവാണ് വീട്ടിലിട്ടത്. ഞങ്ങളുടെ കുറച്ച് നേരത്തെ ഒരു 1/4 മണിക്കൂറിൻ്റെ ഹാർഡ് വർക്ക്. പിന്നെ അത്തപ്പൂ ഇട്ടു. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. ഞങ്ങളിന്നൊരു പർപ്പിൾ കളറിലെ ഓണാഘോഷിക്കാമെന്ന് വിചാരിച്ചു. കോയിൻസിഡൻ്റലി അങ്ങനെ വന്നതാണ് എല്ലാവരും. ഇനി അടുത്ത് ഞങ്ങൾക്ക് പോയിട്ട് സദ്യ മേടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു സദ്യ ഞങ്ങൾ ഉണ്ടാക്കുകയല്ല, ഞങ്ങൾ ഇത്തവണ മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഞങ്ങൾ പോയി സദ്യയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ആമയ്ക്ക് ഇച്ചിരി സദ്യയൊക്കെ കൊടുത്ത്. അവൾ കഴിഞ്ഞ വർഷം ഓണം ആഘോഷിച്ചത് മെയിൻലി തന്നെ അവൾക്ക് സദ്യ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവൾ ആ സദ്യേൻ്റെ സമയം അപ്പോൾ കറക്റ്റായിട്ട് ആമി ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഈ വർഷമെങ്കിലും അവൾക്ക് സദ്യ കൊടുക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സദ്യ മേടിച്ചിട്ട് വരാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ ആമി എവിടെയാണ്? ആമിനെ കാണിക്കാം. ആമി ഈസ് ഹിയർ ഓൾറെഡി. ഇപ്പോൾ കണ്ടില്ലേ, ആമിയുടെ ഡ്രസ്സിൻ്റെ കളർ വെച്ചിട്ട് മാച്ച് പിടിച്ചാണ് ഞങ്ങൾ ഇതുപോലെ ആയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഓണം ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആമി സേ ഹായ്, ഒരു ഹായ് പറയാവോ? ഹായ്. അവൾ ഫുഡ് കഴിക്കാനുള്ള ഇതിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ട് ഇനി വരാം. ബൈ ബൈ.
പാട്ടിനഴകൊടു